ശ്രീ ഫക്രുദ്ദീൻ, ലോകം മുഴുവൻ കുംഭമേളയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ ചിലർക്ക് ഇതിനകത്തൊരു അസഹിഷ്ണുത ഉണ്ടാകുകയാണ്. അത് BJP-യോടുള്ള ഒരു അസഹിഷ്ണുതയുടെ പ്രതിഫലനമാണോ അതോ സംഘപരിവാറിനോടൊക്കെയുള്ള ഒരു അസഹിഷ്ണുതയാണോ അത് പ്രകടിപ്പിക്കുന്നത്? ആർക്കാണ് അസഹിഷ്ണുത ഉള്ളത്? ഉണ്ട്, രാജ്യത്ത് അസഹിഷ്ണുതയുള്ളവരുണ്ട്. സന്യാസിമാരെ പരിഹസിക്കുന്നു അല്ലേ? ആരാ പരിഹസിക്കുന്നു? അവരെ സന്യാസിമാരെ തന്നെ. ആര്? അല്ല, അതിനകത്ത് പുരോഗമനവാദികൾ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ. പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകളാണോ? പ്രത്യേക അവർക്ക് സമുദായം അങ്ങനെ എടുത്തു പറയുന്നില്ലല്ലോ, മതേതരവാദികൾ എന്നാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുംഭമേള പണ്ട് മുഗൾ രാജാക്കന്മാരും എല്ലാവരും ഭരിച്ച സമയത്ത് ആ ഒരു പല രീതിയിൽ നടന്നു പോയിട്ടുണ്ട്. അതിനെ വലിയ ഹോൾട്ട് ചെയ്യാനുള്ള അത് ശ്രമമൊന്നും ഇവിടെയുള്ള പുറമെ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടായിട്ടില്ല. അത് ഈ ബ്രിട്ടീഷുകാരൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് അവർ ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിച്ചെന്നുള്ളതാണ്. കാരണം അന്ന് ട്രെയിൻ ഇവിടെ ലോഞ്ച് ചെയ്തു. ആളുകൾക്ക് ട്രെയിനിൽ സഞ്ചരിക്കുന്ന ശീലവുമില്ല, താല്പര്യമില്ല. അപ്പം ട്രെയിൻ ഇവിടെ പോപ്പുലർ ആക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ചെയ്തതാണ് തീർത്ഥാടനമായിട്ട് ബന്ധപ്പെട്ട പരസ്യങ്ങൾ കൊടുക്കുകയും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ഹിന്ദു മതത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇത്തരം ആചാരങ്ങൾ വളരെ എതിർപ്പുള്ള അനുഷ്ഠാനങ്ങളോടൊക്കെ എതിർപ്പുള്ള ആളുകളുണ്ട്. അല്ല, ഇതൊന്നും തന്നെ ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഒരു ന്യൂനപക്ഷമാണ് അത്. ആ കാലഘട്ടത്തിൻ്റെ ഒരു മഡീവൽ കാലഘട്ടത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. ആധുനിക കാലഘട്ടത്തിൽ അത്ര ആളുകളുണ്ട്. അവർ പല അവരുടെ വേദികളിൽ നിന്നുകൊണ്ട് ഇതിനൊക്കെ വിമർശിക്കാറുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം ഇവിടെ ഇപ്പം ഉള്ളൊരു വിമർശനം എന്ന് വെച്ചാൽ ഈ ചോദ്യം എന്ന് വെച്ചാൽ മുസ്ലിംസ് ഇതിനെ വിമർശിച്ചാണ്. ഒഫീഷ്യലായിട്ട് മുസ്ലിം സംഘടന വിമർശിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം മുസ്ലിംസ് ആണല്ലോ ഇതിലൊക്കെ ഒരു കോമൺ. ആര് വന്നാലും അവസാനം ഏത് മന്ത്രവാദി വന്നാലും ഇരിക്കപ്പുറത്തില്ല എന്ന് തോന്നില്ല. എന്ത് സംഭവിച്ചാൽ അവസാനം മുസ്ലിംസിൻ്റെ തലയിൽ കൊണ്ടുവെക്കില്ല. കുറേ മുസ്ലിംസിൻ്റെ കയ്യിലിരിപ്പ് ശരിയില്ല എന്നുള്ള കാര്യം വെറുതെ പോയി തോന്നും. പക്ഷേ ഇതിൽ ഒഫീഷ്യലായിട്ട് ഞാനൊരു സംഘടന, നമ്മളതേപോലെ ഒരു സംഘടന അതിനെ എതിർത്ത് എനിക്ക് കണ്ടിട്ടില്ല. മറ്റേ ഇവരുടെയൊക്കെ നിലപാട് ഇപ്പോൾ ശബരിമല വിഷയത്തിൽ ഇപ്പം കേരളത്തിലെ മുസ്ലിം സുന്നി വിഭാഗം എടുത്ത നിലപാടുണ്ട്. ബാക്കിയുള്ള ആരൊന്നും അഭിപ്രായം പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ശബരിമല വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? അത് ഹിന്ദുസിൻ്റെ വിഷയമാണ്, ലളിതം കാര്യമില്ല. അപ്പം ഞാൻ അതിൻ്റെ മുമ്പ് പൊളിറ്റിക്കൽ നിലപാടുകൾ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ആ ഒരു പ്രത്യേക പാർട്ടിയുടെ ആളെന്നുള്ള എൻ്റെ ഒരു തെറ്റിദ്ധാരണ പുറത്ത് ഞാൻ ആ പാർട്ടിയുടെ നിലപാട് പറയാൻ ശ്രമിച്ചിരുന്നത്. എൻ്റെ പേഴ്സണൽ നിലപാട് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. വിവാഹമുണ്ടായ സമയത്ത് ഞാൻ വേണ്ടിയിട്ടില്ല. അപ്പം ശബരിമല വിഷയത്തിൽ എന്താ ചെയ്തത്? ഇവിടെ മുസ്ലിം സംഘടനകൾക്ക് ശബരിമല ദേവസ്വം ബോർഡിനല്ല, ശബരിമല വിശ്വാസികൾക്കൊപ്പമായിരുന്നു. അപ്പം ഇതിൻ്റെ ബേസിക്കലി പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ച കാർഗയുടെ വിമർശനമായിരിക്കാം. കാർഗെ, രാഹുൽ ഗാന്ധി ഇവരൊക്കെ ആയിരിക്കാം. അവരെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവരിപ്പം ഭരിക്കുന്നത് വെച്ചാൽ ഇന്ത്യയിൽ അത് മുസ്ലിം എന്ന് പറയണ്ട, ഹിന്ദുമതത്തിൽ തന്നെയുള്ള ഹിന്ദുമതത്തെ വളരെ ക്രിട്ടിക്കലായിട്ടും വളരെ മുൻവിധികളോടും കാണുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവർ ബുദ്ധിജീവികളാണ്. അവരുടെ തടങ്കലിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പോലെയുള്ള ആളുകളൊക്കെ. രാഹുൽ ഗാന്ധി ഒരു സ്ഥലത്ത് പോയി രാഹുൽ ഗാന്ധിയുടെ ഒരു നേതാവ് പറഞ്ഞു രാഹുൽ ഗാന്ധി ബ്രാഹ്മണനാണെന്ന് പറയുന്നു. രാഹുൽ ഗാന്ധി പറയുന്നത് രാഹുൽ ഗാന്ധി ശിവഭക്തനാണെന്ന് പറയുന്നു. എന്നിട്ട് ഇപ്പോഴത്തെ അത് ഇതും പറയുന്നതെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി ബേസിക്കലി അതൊക്കെ തന്നെയാണ്. കാരണം നിങ്ങൾ ആരായാലും നിങ്ങൾ ഇന്ത്യയിൽ പോകുമ്പോൾ യു ബ്ലഡി ബ്ലാക്കാണ് സാഹിബിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ നിങ്ങൾ നെഞ്ഞു ഉയർത്തി നിൽക്കുമ്പോൾ അവർ നിങ്ങളെ ബഹുമാനിക്കും. അപ്പം മോഡീനെ ബഹുമാനമാണ്. എന്നാൽ മോഡി അവരെ അതിനൊന്നും കിട്ടില്ല. ഇന്ദിരാഗാന്ധിയുടെ ബഹുമാനമായിരുന്നു, രാജീവ് ഗാന്ധിൻ്റെ ബഹുമാനമായിരുന്നു, ഈ മൻമോഹൻ സിംഗിനോട് വേറൊരു അർത്ഥത്തിലുള്ള ബഹുമാനമായിരുന്നു, ഇൻ്റലക്ച്വൽ എന്ന രീതിയിലുള്ള ബഹുമാനം. നെഹ്റുവിനോട് ബഹുമാനം ഉണ്ടായിരുന്നു. നെഹ്റു അങ്ങനെ പിടികൊടുക്കാത്ത ഒരാളായിരുന്നു അവരുടെ. നെഹ്റുവിൻ്റെ വിയോജിപ്പുകൾ ഉണ്ടാവാം. അപ്പം രാഹുൽ ഗാന്ധിയുടെ പ്രോബ്ലം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ട്രഡീഷനെയൊക്കെ തള്ളി പറഞ്ഞുകൊണ്ട് ഇതൊക്കെയാണോ എന്ന് പറയുമ്പോൾ കോൺട്രഡിക്ഷൻ ഉണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിജീവികളെ ഉപദേഷ്ടാക്കളിൽ നിന്ന് വരുന്നതാണ്. ഈ ബുദ്ധിജീവികളെ ഉപദേഷ്ടാക്കൾ അല്ലെങ്കിൽ JNUക്കാരോ അല്ലെങ്കിൽ ലുട്ടിയൻസ് ഡൽഹിൻ്റെ പ്രൊഡക്ട്സോ ആണ്. അവർക്ക് ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ റിയാലിറ്റി അറിയില്ല. ആ റിയാലിറ്റി അറിയണമെങ്കിൽ മഹാത്മാഗാന്ധിനെ പോലെ ഒരു ഭാരത് പര്യടനം നടത്തണം. അത് ഈ പറയുന്നതിനായി ഹെലികോപ്റ്ററിലും കാറിലും ഇൻ ദ സെൻസ് ഫ്ലൈറ്റിലും വന്നിറങ്ങി ഫോർച്യൂണറിലോ ഇന്നോവയിലോ കയറിയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെയും അല്ല വണ്ടിയുടെ റൂഫിലൂടെ കൈവീശി കാണിക്കുന്നതല്ല. അവിടെ പോകണം, അവിടെ ജീവിക്കണം. അല്ലെങ്കിൽ ഈ മെയിൻ റോഡിലൂടെ യാത്രയല്ല. അങ്ങനെ നിങ്ങൾക്ക് ഇന്ത്യയെ ഉൾക്കൊള്ളാൻ പറ്റും. ഇന്ത്യയെ ഇൻ ദ സെൻസ് നമുക്കൊക്കെ അറിയാം, നമ്മൾ ആ അത്ര സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്നാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അത് അറിയണമെന്നില്ല. മഹാത്മാഗാന്ധിക്ക് അറിയില്ലായിരുന്നു. മഹാത്മാഗാന്ധി ഒരു എലീറ്റ് കുടുംബത്തിൽ ജനിച്ച ആളാണ്. മഹാത്മാഗാന്ധി അതുകൊണ്ടാണ് ഈ ഭാരത് പര്യടനം എന്നുള്ള യാത്ര നടത്തിയത്. ഇപ്പം അത് ആ പേര് IASകാരൊക്കെ ചെയ്യുന്നുണ്ട്. IASകാർ ഇപ്പോൾ നിങ്ങൾ ട്രെയിനീസ് ആണെങ്കിൽ അവർക്ക് ഒരു ഭാരത് പര്യടനമുണ്ട്. ഗ്രാമങ്ങളിൽ പോയി താമസിക്കുക, എന്നിട്ട് അവിടെ റിപ്പോർട്ട് അവിടെ പ്രൊജക്റ്റുകൾ തയ്യാറാക്കുക, അങ്ങനെ പരിപാടി. അപ്പോൾ അങ്ങനെ ആ രീതി കാണും. അത് കാണാത്തത് ഈ പറയുന്നതിൻ്റെ മാതിരി ഓവർ ബുദ്ധിജീവിത്തരം കൊണ്ടാണ്.
ബുദ്ധിജീവി എന്ന് പറഞ്ഞാൽ സ്വന്തം നൈസർഗികവുമായിട്ടുള്ള സാഹചര്യങ്ങളിൽ വളർന്ന് ചുറ്റുപാടുകളോട് പിന്നെ സമ്മതിക്കുന്ന ആളാണ്. ഇത് വേറെ എവിടെ നിന്നും കൊണ്ടുവച്ചുള്ള ബുദ്ധി ഉപയോഗിച്ചിട്ട് ആ രീതിയിൽ ചിന്തിച്ചിട്ട് ഇംഗ്ലണ്ടിൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ആ രീതിയിൽ ചിന്തിച്ച് പറഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടാവും. അതാണ് നമ്മൾ കാണുന്നത്. ഇത് BJPയുടെ ആർഎസ്എസിനുള്ള എതിർപ്പ് വെച്ചാൽ ഫലത്തിൽ അതായിരിക്കും. കാരണം വെച്ചാൽ കുംഭമേളയോട് ബേസിക്കലി ആർക്കും വലിയ എതിർപ്പൊന്നുമില്ല. എല്ലാവർക്കും അവിടെ ഇപ്പം മുസ്ലിം ഞങ്ങൾക്ക് ഹജ്ജ് ഉണ്ടല്ലോ, നമുക്ക് ഹജ്ജുണ്ട്. ഹജ്ജിന് ഇവിടെ ഏതെങ്കിലും ഹിന്ദുക്കളെ വിമർശിച്ചിട്ടുണ്ട് എല്ലാവരും. പിന്നെ അങ്ങോട്ട് പോയി ചോദിച്ചപ്പോൾ സഭാഷൻ പോളൊക്കെ നിങ്ങളൊക്കെ പറയും, സഭാഷൻ പോളല്ല സഭാഷൻ പുന്നക്കലൊക്കെ എന്തെങ്കിലും പറയുന്നുണ്ടോ, അത് അങ്ങോട്ട് പോയി ചോദിച്ചു മേടിച്ചുകൊണ്ട് ഇരിക്കുന്നതാണ്. അത് മേടിച്ചുകൊണ്ടിരിക്കണം, നമുക്ക് അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹജ്ജിന് ഇവിടെ ഹിന്ദുക്കൾ എന്തും പോകും. അല്ലെങ്കിൽ ഈ ജെറൂസലേമിലൊക്കെ ക്രിസ്ത്യൻസ് പിന്നെ ഇതിന് പോകുന്നുണ്ട്, തീർത്ഥാടനത്തിന് പോകുന്നുണ്ട്, പ്രത്യേകിച്ച് വെക്കേഷൻ സമയത്ത് കൂടുതൽ പോകുന്ന അധ്യാപകരാണ്. അപ്പം അതിന് ഹിന്ദുക്കൾ എന്തും പറയും, അല്ലെങ്കിൽ മുസ്ലിംസ് എന്തും പറയും. അതൊക്കെ ഓരോരുത്തരും പിന്നെ വിശ്വാസങ്ങളാണ്. അതുപോലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ കാലാകാലങ്ങളായി നിലനിന്ന വലിയൊരു വിശ്വാസമാണ്. അത് വലിയ തടസ്സമില്ലാതെ ഇത്രയും കാലം തുറന്നു പോന്നിട്ടുണ്ട്. അത് അവരുടെ വിശ്വാസമാണ്. അവരുടെ വിശ്വാസം തെറ്റെന്ന് പോയാൽ നിങ്ങളാരാണ്? അത് ജനത്തിൻ്റെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ വിശ്വാസമാണ്. അത് തെറ്റെന്ന് പോയാൽ നിങ്ങൾ അത് ബഹുമാനിക്കുക എന്നുള്ളതാണ്. പിന്നെ അത് പബ്ലിക് ന്യൂസൻസ് ആവുന്നു എന്ന് നോക്കുക. അതായത് തെറ്റായ പ്രവണതകൾ ഉണ്ടാകുന്നു, വലിയ പൊല്യൂഷൻ ഉണ്ടാകുന്നു, ഒരുപാട് മരണങ്ങൾ വരുന്നു. അതൊക്കെയാണ് ഗവൺമെൻറ്റിനോ മറ്റുള്ളവർക്കോ അതിൽ അഭിപ്രായം പറയുക, ഇടപെടുകയും ചെയ്യും. അല്ലാതെ നിങ്ങളെന്തിനും ഇടപെടുന്നത്? ഇപ്പോൾ അവിടെ ഒരു എന്താണ് ഈ പറയുന്നതിൻ്റെ മതി ചെറിയൊരു ഇതുണ്ടായി, സ്റ്റാമ്പേഡ് ഉണ്ടായി, കുറച്ച് ആളുകൾ മരിച്ചു. ഇതിനെ ചില ആളുകൾ പറയുന്നത് ജിഹാദികൾ നൊഴിഞ്ഞ് കയറിയുന്നത്. ഏത് പണിയൊന്നുമില്ല. വേറെ ചില ആളുകൾ യോഗി രാജിവെക്കണം, അയാൾ പിന്നെ പരാജയം. ഇത്രയും ആളുകൾ വന്നുകൂടുന്ന സമയത്ത് ഇതൊക്കെ സ്വാഭാവികമാണ്. എത്ര ആളുകളാണ് വന്നുകൂടുന്നത്? എല്ലാത്തിനും ലിമിറ്റില്ല. അല്ലെങ്കിൽ അതിലും കുറച്ച് ആൾക്കാർ ഒത്തുചേർന്നിടത്ത് ഇതുപോലെ സംഭവിക്കും. അല്ല, യോഗിയെ സംബന്ധിച്ച് യോഗി വളരെ നല്ല രീതിയിൽ യോഗി നടത്തുന്നുണ്ട്. മുമ്പില്ലാത്ത രീതിയിലുള്ള എന്താണ് ഈ രീതിയിലുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി പ്രിക്കോഷൻസ് എടുത്താണ് യോഗിയെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഈ യോഗീനെ എതിർക്കുന്ന ആളുകൾ ആരാണ്? എതിർക്കുന്ന ആളുകൾ ഇതിന് പോകുന്ന ആളുകൾ തന്നെയാണ്. ഇപ്പോൾ എന്തിനാണ് യോഗിനെ കുറ്റം പറയുന്നത്? ഇത് എവിടെയും ഇത്തരം ആളുകൾ കൂടുമ്പോൾ ഒരു ചന്തയിൽ പോയാൽ മതി, പാളയം ചന്തയിൽ പോയാൽ മതി. രാവിലെ ഒരു 8-9 മണിക്ക് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇതുപോലെ സ്റ്റാമ്പേഡ് ഉണ്ടാവും. അതൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് നിങ്ങൾ അതിന് പോകാതിരിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ രണ്ടാമത് ജിഹാദി. എന്ത് സംഭവിച്ചാൽ ജിഹാദി 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 വേറെ ജിഹാദികൾക്ക് പണിയൊന്നുമില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ അവർക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അങ്ങനെ വല്ല ഉദ്ദേശമാണെങ്കിൽ വെറുതെ ഈ കണ്ടതിന് മാത്രം നമ്മൾ ഈ പർവ്വതീകരിക്കുക എല്ലാം ഒരു കമ്മ്യൂണിറ്റിയിലേക്ക്. അതല്ല, നമ്മൾ ഒരു കണ്ണ് തുറന്ന് വേണം കാണാം. പിന്നെ വല്ലാതെയാണ് അയാളെ കൂടി. ഈ രണ്ട് കൂട്ടർക്ക് ഇടയിൽ പ്രശ്നങ്ങളുണ്ട്. ഞാൻ കൊണ്ട് ജിഹാദികളാണ്. പിന്നെ മറ്റേ നമുക്ക് പോയി പിടിച്ചുകൂടെ ഇത് പിടിക്കാത്തത്? അപ്പോൾ ഇത് രണ്ടും പ്രോബ്ലമാണ്. അപ്പം കുംഭമേള എന്ന് വെച്ചാൽ മുസ്ലിംസ് സംബന്ധിച്ച് ഹിന്ദുക്കളുടെ ആചാരമാണ്. ആചാര്യ ISS എന്താ പറയുക ഓറിയൻറ്റേഷനുള്ള ചില ആളുകൾ അതിനൊക്കെ കുറ്റമായി തൃശ്ശൂർ പൂരത്തെ പറ്റി കുറ്റമായി. അമരൊക്കെ പിടിച്ച് തൂക്കിക്കൊല്ലാന്നല്ലാതെ വേറെ ചെയ്യാൻ പറ്റില്ല. അമരൊന്നും ഇവിടെ ഇല്ല. ഇത് ഇന്ത്യയുടെ ഒരു സാംസ്കാരിക അഭ്യുന്നതയാണോ ആധ്യാത്മിക അഭ്യുന്നതയായിട്ട് എടുക്കാം? സാംസ്കാരികവും അതേപോലെ തന്നെ ആധ്യാത്മികവുമായ തിരുശേഷിപ്പാണ്. ഇതൊന്നില്ലെങ്കിൽ ഇന്ത്യയില്ല. നമ്മുടെ സത്യത്തിൽ മറ്റു ഇന്ത്യയിലെ മാസ് കൺവേർഷൻ തടയുന്ന ഇത്തരം ചില വിശ്വാസങ്ങളാണ് എല്ലാ കാലത്തും. ഒരു വേറെ മതത്തിലേക്ക് മാറി കഴിഞ്ഞിട്ട് അവിടെ നിങ്ങൾ സ്വർഗം കിട്ടുന്ന ഒരു ഉറപ്പില്ല. പോയാൽ തിരിച്ചത് പിന്നെ അങ്ങോട്ട് പോകുന്നതിനാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ദൈവം എന്താ ഇലക്ഷൻ മത്സരിക്കാൻ പോകുന്നുണ്ട്. ദൈവം സർവ്വവ്യാപിയാണ്. ദൈവത്തിന് സ്വയം ഒന്ന് ആളുകൾക്ക് സ്വപ്നത്തിലൂടെ പണ്ട് റോമിലെ രാജാവിന് ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കുന്നത് ക്രിസ്ത്യാനികൾ പറയുന്നത്. അവന് ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തപ്പോൾ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ താല്പര്യത്തിൻ്റെ പുറത്താണ്. അവരുടെ ആളെ കൂട്ടണം, ആളെ കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെതായ ഗുണങ്ങളുണ്ടാകും, ഇലക്ഷൻ ജയിക്കാം. ഇതൊക്കെ കൊണ്ടാണ് മതപരിവർത്തനം നടത്തുന്നത്. അല്ലെങ്കിൽ ലോകത്ത് കൂടുതൽ സ്വാധീനം ചെലുത്താൻ പറ്റും. വേറൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ക്രിസ്ത്യൻ മിഷണറിയോടുള്ള ബഹുമാനം എന്ന് വെച്ചാൽ അവർ മതപരിവർത്തനം നടത്തുന്നത് അത് ഞാൻ കംപ്ലീറ്റ്ലി ചെയ്തിട്ടാണ്. പക്ഷെ അവർ നടത്തുന്ന എന്താ പറയുക ഒരുപാട് സോക്കോൾഡ് ഹ്യൂമാനിറ്റേറിയൻ ഇടപെടലുകളുണ്ട്. സ്കൂളുകൾ സ്ഥാപിക്കുക, ആശുപത്രികൾ സ്ഥാപിക്കുക, ഇതൊക്കെ കാരണം നമ്മുടെ പല സ്ഥലത്തും ഇത്രയും കാലത്ത് നമ്മുടെ ഗവൺമെൻറ് പരാജയമാണ് ഇതൊക്കെ എത്തിക്കുന്നതിൽ. അതിന് അവർ കാണിക്കുന്ന ഒരു മനസ്സ് അത് വളരെയാണ്. പക്ഷെ അതിന് കൺവേർഷൻ കൂടി വരുമ്പോഴാണ് പ്രശ്നം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.